السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികൾ, കേരളത്തിലെ ആദർശ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ ISM പരീക്ഷണകാലം റബ്ബിലാണ് അഭയം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാലത്ത് ഇത്തരമൊരു പ്രമേയം എങ്ങനെയാണ് പ്രസക്തമാകുന്നത് എന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയകളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സമുദായത്തെ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് തിരിച്ചു വിളിക്കേണ്ടതിന്റെ അനിവാര്യത നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പല കാലങ്ങളിലും ഇതുപോലെയുള്ള ഒരുപാട് ആത്മീയ ചൂഷണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന പണ്ഡിതന്മാർ പോലും അപലപിക്കുകയും ആളുകൾ മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന തരത്തിൽ ഓൺലൈൻ ആത്മീയ ചൂഷകർ പുതിയ വേഷങ്ങളിലും ഭാവങ്ങളിലും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അവരെ ചൂഷണം ചെയ്യുക എന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു കാര്യമല്ല. നമുക്കറിയാം, ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ഏതാണ്ട് ഒരു വർഷക്കാലമായി ലോകം ഒരു മഹാമാരിയുടെ മുമ്പിൽ സ്തംഭിച്ചു നിൽക്കുകയാണ്. നേടിയെടുത്തു എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന എല്ലാ സാങ്കേതികമായ പരിജ്ഞാനങ്ങളും അറിവുകളും കഴിവുകളും ഒരു വൈറസിന്റെ മുമ്പിൽ സ്തംഭിച്ചു പോവുകയും എന്ത് ചെയ്യണമെന്നറിയാതെ മനുഷ്യൻ നിശ്ചലമാവുകയും ചെയ്താവും. മനുഷ്യ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയെ മാത്രമല്ല ഈ രോഗം ബാധിച്ചത്, മറിച്ച് എല്ലാ മേഖലകളെയും അക്ഷരാർത്ഥത്തിൽ തന്നെ ഈ വൈറസ് ബാധിക്കുകയും മനുഷ്യൻ ആ പ്രതിസന്ധിയുടെ മുന്നിൽ പകച്ചു നിൽക്കുകയും ചെയ്തു. ഒന്നാം തരംഗം മുതൽ രണ്ടാം തരംഗം വരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഈ രണ്ടാം തരംഗത്തിൽ ഇന്ത്യയുടെ, നമ്മുടെ രാജ്യത്തിന്റെ ഉത്തരഭാഗങ്ങളിൽ മനുഷ്യരുടെ മൃതദേഹങ്ങൾ കുന്നുകൂട്ടപ്പെടുകയും മാന്യമായി അവ സംസ്കരിക്കുവാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുകയും ചെയ്ത വാർത്തകളും ചിത്രങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് ആഴ്ച ദിവസത്തിൽ 100 വട്ടം നമ്മളോട് പറഞ്ഞാലും മനുഷ്യരെന്ന നിലയിൽ ഭയപ്പെട്ടു പോകുന്ന കാഴ്ചകളാണ് നാം കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും കോവിഡ് ബാധിച്ച് മരണപ്പെട്ടാൽ അവരുടെ ജനാസയുമായി ബന്ധപ്പെട്ട് സാധാരണ നാം നിർവഹിക്കാറുള്ള കാര്യങ്ങളൊന്നും നിർവഹിക്കുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. സർക്കാർ നിശ്ചയിക്കുന്ന പ്രോട്ടോകോൾ അനുസരിച്ച് നിശ്ചിത ആളുകൾക്ക് മാത്രം മയ്യത്ത് സംസ്കരണത്തിൽ, മയ്യത്ത് നമസ്കാരത്തിലും അനുബന്ധ കർമ്മങ്ങളിലുമൊക്കെ പങ്കെടുക്കുവാൻ സാധിക്കുന്ന ഒരവസ്ഥ. രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യനെ പോയി കാണുവാനും അയാളെ ഒന്ന് ആശ്വസിപ്പിക്കുവാനും അയാളോടൊപ്പം സ്വന്തം മാതാപിതാക്കളോ മക്കളോ ഭാര്യയോ ഭർത്താവോ ആയാൽ പോലും അവരുടെ അടുത്ത് പോയി ഇരുന്നു കൊണ്ട് അവസാന സമയത്ത് ഒരാശ്വാസവാക്ക് പോലും പറയുവാൻ സാധിക്കാതെ മനുഷ്യൻ ചില്ലുകൂടുകൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. എല്ലാ തരത്തിലും പ്രയാസങ്ങളിലൂടെ, ദുരിതങ്ങളിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. ഈ അവസരമാണ് ആത്മീയ ചൂഷകർ ഉപയോഗിക്കുകയും അള്ളാഹുവിൽ നിന്ന് അവരെ തിരിച്ചു വിളിക്കുകയും
ഒരുപാട് അനാചാരങ്ങളിലേക്കും അതേപോലെ അന്ധവിശ്വാസങ്ങളിലേക്കും ആളുകളെ ക്ഷണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിവിന്റെ നിലാവ് എന്ന് പേരിടുകയും അജ്ഞതയുടെ ആഴങ്ങളിലേക്ക് അന്ധകാരങ്ങളിലേക്ക് വിശ്വാസികളെ ക്ഷണിച്ചു കൊണ്ടുപോവുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ നാടിന്റെ പേരിടുകയും ആ പേരുമായി ബന്ധപ്പെട്ടതുപോലെ തോന്നിക്കുന്ന ഒരു പേരിടുകയും അള്ളാഹുവിന്റെ റസൂല് എല്ലാ കാലത്തും ഏതൊരു ആദർശത്തിനും ഏതൊരു കർമ്മങ്ങൾക്കും എതിരായാണോ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയത്, ആ പ്രവർത്തനങ്ങൾ ഇവിടെ അതേ നാമത്തിൽ ഇരുന്നു കൊണ്ട് ആവർത്തിക്കുകയും ചെയ്യുക. നോക്കൂ, എന്തുമാത്രം സങ്കടകരമായ ഒരവസ്ഥയാണ് സമുദായത്തിന് നേരിടേണ്ടി വന്നത് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ സമൂഹത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِنَ الْأَمْوَالِ وَالْأَنْفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. ഈ സമുദായം, ഈ സമൂഹം, മനുഷ്യർ ഒരു കാലത്തും പരീക്ഷിക്കപ്പെടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. നിങ്ങൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരില്ല എന്ന്. നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ എല്ലാ കാലങ്ങളിലും നിങ്ങൾക്ക് സുഖവും സൗകര്യവും സമാധാനവും സന്തോഷവുമായിരിക്കും ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് എന്ന്. നിങ്ങൾ പരീക്ഷിക്കും, ഭയം നൽകി പരീക്ഷിക്കും, വിശപ്പ് നൽകി പരീക്ഷിക്കും, പട്ടിണി നൽകി പരീക്ഷിക്കും, ആൾനഷ്ടവും വിഭവനഷ്ടവും കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടും. നോക്കൂ, ഇതെല്ലാം ഒത്തുചേർന്ന ഒരു പരീക്ഷണ കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആർക്കാണ് ഭയമില്ലാത്തത്? നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭയം വേണ്ട, ജാഗ്രത മതിയെന്ന് ഭരണാധികാരികളും ആരോഗ്യരംഗത്തുള്ളവരും നിരന്തരമായി പരസ്യങ്ങളിലൂടെയും ടെലിഫോൺ സന്ദേശങ്ങളിലൂടെയും നമ്മോട് പറയുന്നുവെങ്കിലും തൊട്ടടുത്ത വീട്ടിലെ സഹോദരൻ കോവിഡ് ബാധിച്ചു മരണപ്പെട്ടു എന്ന വാർത്ത നമ്മുടെ ചെവിയിലെത്തിയാൽ നമുക്ക് ഭയം തന്നെയാണ് ഉണ്ടാകുന്നത്, ജാഗ്രതയല്ല. ഒന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുക, ചുറ്റുമുള്ള ദാരിദ്ര്യം നിറഞ്ഞ പ്രദേശങ്ങളിലേക്ക് ചെന്നു നോക്കുക. അവിടെ കാണാൻ നമുക്ക് പട്ടിണി കിടക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ. നിത്യ വൃത്തി കൊണ്ട് ജീവിതം കഴിഞ്ഞു പോയിരുന്ന ആളുകൾ, ഓരോ ദിവസവും ലഭിക്കുന്ന തൊഴിൽ കൊണ്ട് അന്നത്തേക്കുള്ള അപ്പത്തിന് വക തേടിയിരുന്ന ആളുകൾ, പട്ടിണി കിടക്കുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്ന്, സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ഹോം ഡെലിവറിയിലൂടെ നമ്മുടെ വീടുകളിലേക്ക് നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും. അതിന് സാധിക്കാത്ത 10,000 ഈ നാട്ടിലുണ്ട്. വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകളുടെ കഥ പറയേണ്ടതുണ്ടോ? സാധാരണക്കാരനായ തൊഴിലാളിക്ക് എവിടെയാണ് വരുമാനമുള്ളത്? ബാങ്ക് ബാലൻസ് ഉള്ളവർക്ക് ജീവിച്ചു പോകാൻ കഴിയും, സർക്കാർ ജോലിയുള്ളവർക്ക് ജീവിച്ചു പോകാൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ദിവസവും ജോലി ചെയ്ത് ജീവിച്ച ആളുകൾ എങ്ങനെ ജീവിച്ചു പോകും? ഇവിടെ ആൾനഷ്ടത്തിന്റെ കണക്ക് ഓരോ ദിവസവും പത്രത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. 50,000, 60,000, 70,000, 100,000 നമ്മുടെ സംസ്ഥാനത്ത്. ഇന്ത്യ രാജ്യത്തിന്റെ കണക്ക് വേറെ, ലോകത്തിന്റെ കണക്ക് വേറെ. മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. വിഭവനഷ്ടത്തിന്റെ ചിത്രം വിശദീകരിക്കേണ്ടതില്ല. ഇങ്ങനെ ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എല്ലാ പരീക്ഷണങ്ങളിലിടയിൽ മനുഷ്യൻ കടന്നുപോകുന്നു. അങ്ങനെ കടന്നുപോകുന്ന മനുഷ്യരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വബശ്ശിരി സ്വാബിരീൻ, സന്തോഷ വാർത്ത അറിയിക്കുക. ആർക്ക്? ക്ഷമ അവലംബിക്കുന്ന ആളുകൾ. എന്താ അവരുടെ പ്രത്യേകത? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ദുരന്തങ്ങളിലൂടെ, ദുരിതങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന മനുഷ്യർ അവർ പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, ഞങ്ങൾ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് എന്ന്. ഏത് പ്രയാസങ്ങൾ ഉണ്ടായാലും ശരി, എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ശരി, അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് നിരക്കാത്ത ഒരു പ്രവർത്തനത്തിലൂടെ ഞാൻ കടന്നു പോവുകയില്ല എന്ന ഉറച്ച വിശ്വാസം,
അതാണ് ഒരു മുഅ്മിനിനെ, ഒരു വിശ്വാസിയെ മുന്നോട്ട് നയിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ അത്തരം ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഇമാം മുസ്ലിം അടക്കമുള്ള പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അജബൽ അംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം വലിയ അത്ഭുതം തന്നെയാണ്. അജബൽ അംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം വലിയ അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. അവന്റെ ജീവിതത്തിൽ എന്തുണ്ടായാലും അവന് ഖൈറാണ്. എങ്ങനെയാണ് ആ ഖൈറാകുന്നത്? വിശ്വാസിക്കല്ലാതെ വേറെ ആർക്കും അതില്ല. ഒരു മുഅ്മിനിനല്ലാതെ വേറെ ആർക്കും അത് അനുഭവിക്കാൻ കഴിയില്ല. എന്താണത്? ഇൻ അസ്വാബതുഹു സറ ശകറ ഫകാന ഖൈറൻ ലഹു, അവനെന്തെങ്കിലും ഒരു അനുഗ്രഹം അല്ലാഹുവിൽ നിന്ന് ലഭിച്ചാൽ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സൗഭാഗ്യം അവന് ലഭിച്ചാൽ, ആ സൗഭാഗ്യത്തിന്റെ പേരിൽ അവൻ സന്തോഷിക്കുന്നു. ആ സന്തോഷത്തോടൊപ്പം തന്നെ അവൻ അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നു. ആ അല്ലാഹുവിന് അവൻ അർപ്പിക്കുന്ന നന്ദി അതവന് നന്മയായിട്ടാണ് ഭവിക്കുന്നത്. തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ തുടരുകയാണ്. എന്നാൽ എല്ലായ്പ്പോഴും എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. വിശ്വാസിയായാലും അവന് പരീക്ഷണങ്ങൾ ഉണ്ടാകും. സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു പരീക്ഷണം ഉണ്ടായാലോ അവൻ ക്ഷമിക്കുകയാണ്, അവൻ ക്ഷമാവലംബിക്കുകയാണ്. അങ്ങനെ ക്ഷമിച്ചാലോ ഫകാനഹൈറല്ലഹു, ആ ക്ഷമയും അവന് പ്രതിഫലം നൽകുകയാണ്, അതും അവന് നന്മയായി മാറുകയാണ്. അല്ലാഹുവാണ് ഇത് നൽകിയത്. എന്തുകൊണ്ട് ഇത്തരം പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ ആത്മീയ ചൂഷകർ പുതിയ വേഷങ്ങളിലും ഭാവങ്ങളിലും രംഗത്ത് വരുന്നു എന്ന ചോദ്യത്തിന്റെ ഒരേ ഒരു ഉത്തരം, ഈ ഒരു വിശ്വാസം നമ്മുടെ സമുദായത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ്. അള്ളാഹുവിൽ സമർപ്പിക്കുവാനുള്ള ആർജവം ഈ സമുദായത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എന്തുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടു പോയത്? അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ, അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയാൻ, അള്ളാഹുവിനെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ ഈ സമൂഹത്തിന് സാധിച്ചില്ല എന്നതുകൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി എന്ന്. മാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ കണക്കാക്കേണ്ടതുപോലെ അവർ കണക്കാക്കിയില്ല. അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെ കണക്കാക്കിയിരുന്നെങ്കിൽ ഈ ആളുകൾ അള്ളാഹുവിൽ നിന്ന് തെറ്റിപ്പോകുമായിരുന്നില്ല. അള്ളാഹുവിൽ സമർപ്പിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിൽ നമ്മോട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഖുൽ ഹുവർ റഹ്മാനു ആമന്നാ ബിഹി വഅലൈഹി തവക്കൽനാ ഫസതഅലമൂന മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ. എല്ലാ കാലത്തും, ഇത് ഏതെങ്കിലും ഒരു കാലത്ത് മാത്രം വിശ്വാസികൾ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമല്ല. എല്ലാ കാലത്തും വിശ്വാസികൾക്ക് പ്രഖ്യാപിക്കാനുള്ള ഒരു കാര്യം, ഖുൽ ഹുവർ റഹ്മാൻ, അവൻ കാരുണ്യവാനാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കാരുണ്യവാനാണ്. ഹുവർ റഹ്മാൻ ആമന്നാ ബിഹി, ഞങ്ങൾ അവനിൽ വിശ്വസിച്ചിരിക്കുന്നു. ആമന്നാ ബിഹി, ഞങ്ങൾ അവനിൽ വിശ്വസിച്ചിരിക്കുന്നു. വഅലൈഹി തവക്കൽനാ, ഞങ്ങൾ അവനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ആ കാരുണ്യവാനായ റബ്ബിലല്ലാതെ മറ്റാരിലാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഭരമേൽപ്പിക്കുക? ആ റബ്ബിലല്ലാതെ, ഈ കാരുണ്യവാനായ റഹ്മാനായ നാഥനിലല്ലാതെ മറ്റാരിലാണ് ഞങ്ങളുടെ വേദനകൾ ഞങ്ങൾ സമർപ്പിക്കുക? ഞങ്ങളിതാ അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ ഒരു മുഅ്മിനിന് സാധിക്കുന്നുവെങ്കിൽ അവിടെയാണ് അവൻ വിജയിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് സമർപ്പിക്കാൻ കഴിയാതെ പോകുന്നത്? അള്ളാഹുവിന്റെ ഈ കാരുണ്യത്തെ കുറിച്ച് മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ ഈ റഹ്മത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞില്ല. അവൻ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ ഏതെങ്കിലും ആത്മീയ ചൂഷകന്മാരുടെ ഓൺലൈൻ ലൈവ് പ്രോഗ്രാമുകളിൽ ഒരു ഗ്ലാസ് വെള്ളമെടുക്കാൻ മുസ്ലിയാര് പറയുമ്പോ അതുമെടുത്ത് കാത്തിരിക്കുന്ന സഹോദരിമാരുണ്ടല്ലോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എടുത്ത് അതിൽ ഊതാൻ പറയുമ്പോ ഊതുന്ന സഹോദരിമാരുണ്ടല്ലോ, സഹോദരങ്ങളുണ്ടല്ലോ. ജീവിതത്തിലെ കാര്യങ്ങൾ ഒരിക്കലും പരസ്യമായി പറയാൻ പാടില്ലാത്ത കാര്യങ്ങളടക്കം ചാറ്റുകളിലൂടെ ഇത്തരം ലൈവ് പ്രോഗ്രാമുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, വിളമ്പിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട സഹോദരികളുണ്ടല്ലോ.
എന്തുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അള്ളാഹുവിനെ കണക്കാക്കേണ്ടത് പോലെ കണക്കാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ അള്ളാഹുവിനെ കുറിച്ച് കേട്ടിട്ടില്ല. അവർ കേൾക്കുന്നത് ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മടവൂർ ശൈഖിനെ കുറിച്ചാണ്. അവർ കേൾക്കുന്നത് പാപികളായ നമുക്ക് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുവാനും പറയാനും സാധിക്കുകയില്ലെന്നും അള്ളാഹുവിനോട് നേരിട്ട് നമുക്ക് നമ്മുടെ വിഷമങ്ങൾ പറയാനാവില്ലെന്നും അത് പറയാൻ ഇവിടെ ഒരുപാട് മഹാന്മാരുണ്ട് എന്നുമുള്ള കഥയാണ്. ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം ശൈഖുമാരുണ്ട് എന്ന കഥയാണ്, പൊട്ടത്തരമാണ് ഈ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ വിചാരിക്കുന്നു ഞങ്ങൾ ഇവരോടാണ് പ്രശ്നങ്ങൾ പറയേണ്ടത്. അള്ളാഹുവിലേക്ക് എത്തുവാൻ കുറുക്കുവഴികളുണ്ട് എന്ന്. ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന അള്ളാഹുവിലേക്കുള്ള വഴിയെക്കുറിച്ച് ആളുകൾ മറന്നു പോകുന്നു. ഒരാളുടെയും സഹായമില്ലാതെ, ഒരു ഇടയാളനുമില്ലാതെ എന്റെ കഴിവ് അറിയുന്നവൻ എന്റെ റബ്ബാണല്ലോ, എന്റെ വിഷമം അറിയുന്നവൻ എന്റെ റബ്ബാണല്ലോ. എനിക്ക് കുഞ്ഞില്ല എങ്കിൽ, എനിക്ക് രോഗമുണ്ടെങ്കിൽ, എനിക്ക് മറ്റു പ്രയാസങ്ങളുണ്ടെങ്കിൽ, എന്റെ കുടുംബത്തിൽ പ്രതിസന്ധികളുണ്ടെങ്കിൽ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മക്കൾ, എന്റെ മാതാപിതാക്കൾ അവർക്ക് എന്തെങ്കിലും മാരകമായ രോഗങ്ങളുണ്ടെങ്കിൽ ഒരു ഡോക്ടറും കണ്ടെത്തുന്നതിന് മുമ്പ് അത് അറിയുന്നവനാണ് എന്റെ റബ്ബ്, അത് മനസ്സിലാക്കുന്നവനാണ് എന്റെ റബ്ബ്, അത് എപ്പോൾ ശിഫയാകുമെന്ന് അറിയുന്നവനാണ് എന്റെ റബ്ബ്, അത് ശിഫയാക്കുന്നവനാണ് എന്റെ റബ്ബ്. ഈ ഒരു വിശ്വാസം ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടെങ്കിൽ ഏത് ചൂഷകനാണ് അവരെ തട്ടിയെടുക്കുവാൻ കഴിയുക? ആർക്കാണ് അവരെ തട്ടിക്കൊണ്ടുപോകാൻ കഴിയുക? ആർക്കാണ് അവരുടെ വിശ്വാസത്തെ ചൂണ്ടെടുത്തു കൊണ്ടുപോകുവാൻ സാധിക്കുക? അത് നഷ്ടപ്പെട്ടു പോയി. അള്ളാഹുവിനെ കുറിച്ച് ഈ സമുദായത്തെ പഠിപ്പിക്കപ്പെട്ടില്ല. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന ഈമാൻ കാര്യം പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് അള്ളാഹുവിനെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ അവർ സ്നേഹിച്ചത് മുഴുവൻ ഔലിയാക്കളെയാണ്. അവർ ഭയപ്പെട്ടത് മുഴുവൻ ഔലിയാക്കളുടെ കുരുത്തക്കേടുകളെയാണ്. അവർ മുത്തിയത് മുഴുവൻ ഇത്തരം പൗരോഹിത്യ വേഷധാരികളെയാണ്. അള്ളാഹുവിനെ ഒന്ന് ഇഷ്ടപ്പെടാൻ, അള്ളാഹുവിനെ ഒന്ന് സ്നേഹിക്കാൻ, അള്ളാഹുവിനെ സ്നേഹിക്കുവാനും അതുവഴി അള്ളാഹുവിലേക്ക് അടുക്കുവാനും ഒരിക്കൽ പോലും ഈ വിശ്വാസികളുടെ സമൂഹത്തെ ഈ പൗരോഹിത്യം പഠിപ്പിച്ചില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഐ ആമന്ന ബിറബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം വഅലൈഹി തവക്കൽനാ ഫീ ജമീഇ ഉമൂരിനാ കമാ ഖാല തആല ഫഅബ്ദുഹു വതവക്കൽ അലൈഹി. പറയുക, എന്താ പറയേണ്ടത്? ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിൽ. അവനാണ് വൈറസ് ഉണ്ടാക്കുന്നത്, അവനാണ് വൈറസിനെ നിയന്ത്രിക്കുന്നത്, അവനാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്. ഒരു ശൈഖിനും അതിലൊരു പങ്കാളിത്തവുമില്ല, ഒരു ബീവിക്കും അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല, ഒരു തങ്ങൾക്കും അതിനെ പിടിച്ചു കെട്ടാനാവില്ല. ആ റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അർ റഹ്മാൻ റഹീം. എന്ത് തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ടവൻ പരീക്ഷിച്ചാലും, എന്തൊക്കെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അത് ആ റബ്ബ് നൽകുന്നതാണ്. അതവന്റെ റഹ്മത്താണ്, അതവന്റെ കാരുണ്യമാണ്. അവൻ കാരുണ്യമായാണ്. അവന്റെ കാരുണ്യത്തിനുള്ള പോറലല്ല അത്, അവന്റെ കാരുണ്യത്തിന് പോറലേൽക്കുന്നില്ല. അതുകൊണ്ട് എന്ന് വിശ്വസിക്കുക. ആ റബ്ബിൽ വഅലൈഹി തവക്കൽനാ ഫീ ജമീഇ ഉമൂരിനാ. ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ ആ അള്ളാഹുവിലാണ് ഞങ്ങൾ അഭയം കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. വീണ്ടും നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത് വസബ്ബിഹ് ബിഹംദിഹി വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറ. അള്ളാഹുവിൽ ഫലമേൽപ്പിക്കുക. ഏതാണ് അള്ളാഹു? വതവക്കൽ, നീ ഫലമേൽപ്പിക്കുക. ആരിൽ ഫലമേൽപ്പിക്കുക? അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്, ഒരിക്കലും മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്ന ഒരുവൻ ആരാണോ അവരിൽ ഫലമേൽപ്പിക്കുക. മരിച്ചു പോകുന്ന ഏതെങ്കിലും ഒരു ശൈഖിലല്ല, മരിച്ചുപോയ ഏതെങ്കിലും ഒരു ശൈഖിലല്ല, മരിച്ചു പോകുന്ന അല്ലെങ്കിൽ മരിച്ചുപോയ ഏതെങ്കിലും ഒരു തങ്ങളിലല്ല ഫലമേൽപ്പിക്കുന്നത്. അയാളെ നമ്മളെ കാത്തോളും, അല്ലേ?
ഇത്തരം ആത്മീയ ചൂഷണങ്ങളുടെ തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് കാണാൻ കഴിയും. ചില ആളുകളുടെ പേരുകൾ ഇങ്ങനെ ആവർത്തിച്ച് അവരുടെ വക്കത്ത് കൊണ്ടാണ്, അവരുടെ സഹായം കൊണ്ടാണ്, അവരുടെ കാരുണ്യം കൊണ്ടാണ്, അവരുടെ സഹായം കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നത്, അവരാണ് ഇതൊക്കെ മാറ്റിത്തരേണ്ടത് എന്നൊക്കെ പറയുന്ന പമ്പര വിഡ്ഢികളായ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലൽ തവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത ആ അല്ലാഹുവിലാണ് നിങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത് എന്നാണ്. ആ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുവാൻ കഴിഞ്ഞാൽ അവർക്കാണ് വിജയിക്കാൻ കഴിയും. എന്തുകൊണ്ട്? ആ അല്ലാഹുവിനെ പറ്റി തന്നെ പറയുന്നത് നോക്കൂ, വതവക്കൽ അലൽ അസീസിർ റഹീം. സൂറത്തുൽ ശുഅറയിൽ അല്ലാഹു പറയുക, വതവക്കൽ അലൽ അസീസിർ റഹീം. ആരിലാണ് ഭരമേൽപ്പിക്കേണ്ടത്? അസീസായ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. വേറെ ആരെയെങ്കിലും ഈ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ഈ ആത്മീയ ചൂഷകന്മാരായ ആളുകൾക്ക് കഴിയോ? ഇതാ ഇവരാണ് അസീസ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പരാജയപ്പെടുന്ന, എല്ലാവരെയും അതിജയിക്കുന്ന സ്രഷ്ടാവ് അസീസായ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ പരിചയപ്പെടുത്താൻ കഴിയുമോ? ഇല്ല എങ്കിൽ ആ അസീസായ അള്ളാഹുവിലാണ് ഭരമേൽപ്പിക്കേണ്ടത്. ആ തവക്കുൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ്. ആ അള്ളാഹുവിനെ അറിയാനുള്ള അവസരം ഇല്ലാതായിപ്പോയി എന്നതാണ് ഈ ആത്മീയ ചൂഷകന്മാർക്ക് അഴിഞ്ഞാടുവാൻ നമ്മുടെ സമൂഹത്തിൽ അവസരമുണ്ടായത്. ഏത് പ്രതിസന്ധിയായാലും നോക്കൂ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അള്ളാഹുവിന്റെ റസൂലിനോടും അനുയായികളോടും ആളുകൾ വന്ന് പറയുകയാണ്, ഇതാ നിങ്ങൾക്കെതിരെ ശത്രുക്കൾ എല്ലാ തരത്തിലുമുള്ള പടപ്പുറപ്പാട് നടത്തിക്കൊണ്ടിരിക്കുക, നിങ്ങൾ പരാജയപ്പെടും, നിങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല, എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളുമായാണ് നിങ്ങൾക്കെതിരെ ആളുകൾ കടന്നു വരുന്നത്, നിങ്ങളുടെ ശത്രുക്കൾ കടന്നു വരുന്നത് എന്ന് പറഞ്ഞപ്പോ ആ സന്ദർഭത്തിൽ വിശ്വാസികളുടെ നിലപാടെന്തായിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. ഇതാ നിങ്ങളുടെ എതിരാളികളായ ആളുകൾ നിങ്ങൾക്കെതിരെ എല്ലാ തയ്യാറെടുപ്പുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, അവർ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു, അവരെല്ലാം നിങ്ങൾക്കെതിരെ യുദ്ധവുമായി കടന്നു വരുന്നു എന്ന് ആളുകൾ വിശ്വാസികളോട് പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാന, അവര് തളർന്നു പോവുകയല്ല, അവര് പതറിപ്പോവുകയല്ല, അവര് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുമ്പിലേക്ക് ഓടിച്ചെല്ലുകയല്ല, അവർ ബദർ യുദ്ധത്തിൽ രക്തസാക്ഷികളായ ആളുകളുടെ അരികിലേക്ക് കടന്നു ചെല്ലുകയല്ല. ഏത് കാലത്തായാലും അവര് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെ എന്ന് അന്വേഷിച്ച് ഓടിപ്പോവുകയല്ല, അവർ നൂഹ് നബി അലൈഹിസ്സലാമിന് നേർച്ച അർപ്പിക്കുകയല്ല, വഴിപാടുകൾ അർപ്പിക്കുകയല്ല, അവരേതെങ്കിലും മരിച്ചുപോയ ആളുകളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് തട്ടഹസിക്കുകയല്ല, മറിച്ച് അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ്. എന്നിട്ട് അവരെന്താ പറയുന്നത്? വഖാലു ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ അതിനേക്കാൾ നല്ലവൻ വേറെ ആരുണ്ട് എന്നീ ആളുകൾ ചോദിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ ഒരു രീതിയിലേക്കാണ് പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ വിശ്വാസികൾ കടന്നു പോകേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. രോഗത്തിന്റെ സന്ദർഭത്തിലായാലും ഇത് പലരും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവല്ലോ, ഫാസിസം കടന്നു വരുന്നു, ഫാസിസം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇവിടെ ഈ രാജ്യത്ത് നമുക്ക് പ്രതീക്ഷയുണ്ട്, ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. ആ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഈ ജനാധിപത്യത്തെയും ഇവിടുത്തെ മതേതരത്വത്തെയും ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെ ആ ഒരു സമീപനം സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ വിശ്വാസപരമായി നമ്മുടെ കരുത്ത് വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഈ സമൂഹത്തോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ ആയത്തിൽ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ് ഈ ആയത്ത് പറഞ്ഞുകൊണ്ട്, ഐ അല്ലദീന തബഅദഹുമുൻ നാസു ബിൽ ജുമൂഇ വഖവഫഹും ബികസറത്തിൽ അഅദാഇ ഫവക്തറസു ലിദാലിക ബൽ തവക്കലു അലല്ലാഹി വസ്തഅനു ബിഹി. അവിടെ വന്നിട്ട് ഇതാ ശത്രുക്കൾ അങ്ങനെ, ശത്രുക്കൾ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിവരെ അവരുടെ ആധിക്യത്തെക്കുറിച്ച് പറഞ്ഞ് ഭയപ്പെടുത്തിയപ്പോ അല്പം പോലും പതറിയില്ല അവർ, അല്പം പോലും പതറിയില്ല അവർ, അല്പം പോലും ചാഞ്ചല്യപ്പെട്ടില്ല അവർ.
അല്പം പോലും അസ്വസ്ഥരായില്ല അവർ. പിന്നെയോ ബൽ തവക്കലു അലല്ലാഹി വസ്തഅനു ബിഹി വഖാലു ഹസ്ബനല്ലാഹു വനിഅമൽ വകീൽ. അവർ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചു, അള്ളാഹുവിനോട് സഹായം തേടി. വേറെ ആരോടും ഇസ്തിഗാസ നടത്താൻ പോയില്ല. ഒരു ശൈഖിനോട് ഇസ്തിഗാസ നടത്തിയില്ല, ഒരു ബീവിയോട് ഇസ്തിഗാസ നടത്തിയില്ല, ഒരു തങ്ങളോട് ഇസ്തിഗാസ നടത്തിയില്ല, ഒരു ഷഹീദിന്റെയും ഖബറിന്റെ അരികിൽ പോയി പൊട്ടിക്കരഞ്ഞില്ല. അവർ അള്ളാഹുവിനോട് ഇസ്തിആനത്ത് നടത്തിയെന്ന, അവർ അള്ളാഹുവിനോടാണ് സഹായാർത്ഥന നടത്തിയത് എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് കൂടി അദ്ദേഹം പറയാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി, ഹസ്ബനല്ലാഹു വനിഅമൽ വകീൽ ഖാലഹ ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ. എതിരാളികൾ തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചത് ഈ പ്രഖ്യാപനമാണ്, എനിക്ക് അല്ലാഹു മതി എന്ന പ്രഖ്യാപനം. ഹസ്ബനല്ലാഹ് എന്ന ഈ പ്രഖ്യാപനമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയത്. വഖാലഹ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഖാല ലഹുമുൻ നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന വഖാലു ഹസ്ബനല്ലാഹു വനിഅമൽ വകീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ശത്രു സമൂഹം കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലും അനുയായികളും പ്രഖ്യാപിച്ചത് ഇത് തന്നെയാണ് എന്ന്. രോഗം ഈ സമൂഹത്തിന്റെ ചരിത്രത്തിൽ ആദ്യമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ ഈ കാലത്ത് തന്നെ രോഗം കൊണ്ട് ഈ സമുദായം പരീക്ഷിക്കപ്പെടുന്നത് ആദ്യമായിട്ടല്ല. ആ സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്തരം മഹാമാരികളുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിലേക്ക് ഒഴുകിയെത്തിയില്ല. മദീനയിലെ ഭരണാധികാരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ പ്രത്യേകമായ ചടങ്ങുകൾ സംഘടിപ്പിച്ചില്ല. ആ ഖബറിനരികിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ആ ഖബറിനരികിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ മദീനയിൽ മറ്റൊരുപാട് മഹാരഥന്മാരായ ആളുകളുടെ ഖബറുകളുണ്ട്. ഒരു ആചാരവും ഒരു അനുഷ്ഠാനവും ഒരു സമ്പ്രദായവും അവിടെ സംഘടിപ്പിക്കപ്പെട്ടില്ല. അവർ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ട്? അവർ വിശ്വാസികളാണ്. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നതാണ് വിശ്വാസികളുടെ അടയാളം. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ അത് പഠിപ്പിക്കുന്നു. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂൻ തുടങ്ങുന്നത് അങ്ങനെയാണ്. ഇന്നമൽ മുഅ്മിനൂൻ, ഇവർ മാത്രമാണ് വിശ്വാസികൾ, ഇവർ മാത്രമാണ് മുഅ്മിനുകൾ. ആര് മാത്രമാണ് മുഅ്മിനുകൾ? ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയം വിറക്കും. അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയം വിറക്കും. പിന്നെയോ വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന, അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അവരുടെ ഈമാൻ വർദ്ധിക്കും. ഏതെങ്കിലും മുസ്ലിയാരുടെ ജാട കണ്ടിട്ടല്ല, ഏതെങ്കിലും ഒരു മുസ്ലിയാരുടെ കള്ള കണ്ണീര് കണ്ടിട്ടല്ല, ഏതെങ്കിലും ഒരാളുടെ ഇതുപോലെയുള്ള ആളുകളെ ആകർഷിക്കുന്ന വാക്കുകൾ കേട്ടിട്ടല്ല. പിന്നെയോ അവർ ഭയപ്പെടുന്നത് അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് മുമ്പിലാണ്. അവർ വിറക്കുന്നത് അള്ളാഹുവിന്റെ നാമങ്ങൾക്ക് മുന്നിലാണ്. അവർ വിറക്കുന്നത് അള്ളാഹുവിനെ ഓർമ്മിക്കുമ്പോഴാണ്, അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോഴാണ്, അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോഴാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണ്. അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണ്. ഈ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന കാര്യങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുകയാണ്, വഅലാ റബ്ബിഹിം യതവക്കലൂൻ ഐ ലാ യർജൂന സിവാഹു വലാ യഖ്സിദൂന ഇല്ലാ ഇയ്യാഹു വലാ യലൂദൂന ഇല്ലാ ബിജനാബിഹി വലാ യത്ലുബൂന അൽഹവായിജ ഇല്ലാ മിൻഹു വലാ യർഗബൂന ഇല്ലാ ഇലൈഹി വയഅലമൂന അന്നഹു മാ ശാഅ കാൻ വമാ ലം യശഅ ലം യകുൻ വഅന്നഹു അൽമുതസർരിഫു ഫിൽ മുൽകി വഹദ ലാ ശരീക ലഹു വലാ മുഅഖിബ ലിഹുക്മിഹി വഹുവ സരീഉൽ ഹിസാബ്. ആരാണ് ഈ തവക്കുൽ ചെയ്യുന്ന വിശ്വാസികൾ? ആരാണ് മുഅ്മിനുകൾ? എന്താണ് ആ മുഅ്മിനുകളുടെ പ്രത്യേകത? അവർ തവക്കുലാക്കുന്നത് അല്ലാഹുവിലാണ്, അവർ ഫലമേൽപ്പിക്കുന്നത് അല്ലാഹുവിലാണ്. ലാ യർജൂന സിവാഹു, അല്ലാഹുവല്ലാതെ മറ്റൊരാളിൽ അവർ പ്രതീക്ഷയർപ്പിക്കുകയില്ല. ഇവിടെയോ, ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന മജ്ലിസുൻ നൂറിൽ കേട്ടുകൊണ്ടിരിക്കുന്ന, മഹ്ദറത്തുൽ ബദരിയയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന
അതിനുമായി ബന്ധപ്പെട്ട മൗലിദ് സദസ്സുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വരികളിലൂടെ കടന്നുപോയി നോക്കൂ. അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലക്കൽ ജമ്മൽ ഗഫീർ. അബ്ദുക്കൽ മിസ്കീനു യർജു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്. അബ്ദുക്കൽ മിസ്കീനു യർജു, ദരിദ്രനായ അഗതിയായ അങ്ങയുടെ അടിമ പ്രതീക്ഷിക്കുകയാണ്. ഫദ്ലക്കൽ ജമ്മൽ ഗഫീർ, അങ്ങയുടെ പൂർണ്ണമായ ഔദാര്യം പ്രതീക്ഷിക്കുകയാണ്. അവിടെയാണ് പ്രതീക്ഷയുമായി കടന്നു ചെല്ലുന്നത്. എന്നാൽ ഒരു വിശ്വാസിയുടെ പ്രതീക്ഷയോ ലാ യർജൂന സിവാഹു, അല്ലാഹുവിനെ അല്ലാതെ പ്രതീക്ഷിക്കുകയില്ല. വലാ യസ്ദൂന ഇല്ലാ ഇയ്യാഹു, അല്ലാഹുവിനെ അല്ലാതെ അവൻ ലക്ഷ്യം വെക്കുകയില്ല. മൗലിദിലെ എത്രയോ വരികൾ കാണാം. അല്ലാഹുവിന്റെ റസൂലെ അങ്ങാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് പാടുന്ന എത്രയോ വരികൾ നമുക്ക് കാണുവാൻ കഴിയും. പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന വരികൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് പാടുന്ന എത്രയോ പദ്യങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിയും. വലാ യത്ലുബൂനൽ ഹവായിജ ഇല്ലാ മിൻഹു, അല്ലാഹുവിനോടല്ലാതെ അവർ തങ്ങളുടെ ആവശ്യങ്ങൾ പറയില്ല. ഇത് വിശ്വാസിയുടെ ലക്ഷണമാണ്. ഭൗതികമായ കാര്യമാണോ ഈ പറയുന്നത്? ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ പരസ്പരം ആവശ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും പറയുകയും ചെയ്യും. മുഅ്മിനുകളെന്നോ മുഅ്മിനുകളല്ലാത്തവരെന്നോ മുസ്ലിങ്ങളെന്നോ മുസ്ലിങ്ങളല്ലാത്തവരെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ പരസ്പരം അത്തരം സഹായങ്ങൾ ചോദിക്കുകയും അത് സ്വീകരിക്കുകയും നൽകുകയും ഒക്കെ ചെയ്യും. എന്നാൽ അതിനപ്പുറത്ത് ഉള്ള ഒരു സഹായത്തട്ടത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ആ സഹായതട്ടം വിശ്വാസികൾ അല്ലാഹുവിനോട് മാത്രമായിരിക്കും നടത്തുക. മറ്റൊരാളിലേക്കും അവർ തിരിഞ്ഞു പോവുകയില്ല. വലാ യർഗബൂന ഇല്ലാ ഇലൈഹി, അല്ലാഹുവിലേക്കല്ലാതെ അവർ മറ്റൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുകയില്ല. വയഅലമൂൻ, അവർ മനസ്സിലാക്കും അന്നഹു മാ ശാഅ കാൻ വമാ ലം യശഅ ലം യകുൻ. അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്, അല്ലാഹു ഉദ്ദേശിച്ചതേ നടക്കുള്ളൂ. അല്ലാഹു ഉദ്ദേശിക്കാത്തതൊന്നും തന്നെ നടക്കുകയില്ല. മടവൂർ ശൈഖിന് ഈ ലോകം നിയന്ത്രിക്കാൻ കഴിയില്ല. വേറെ ഏതെങ്കിലും തങ്ങൾക്ക് മമ്പറം തങ്ങൾക്ക് ഈ രോഗം ഭേദപ്പെടുത്താൻ കഴിയില്ല. അവിടുത്തെ കൊടിയെടുത്ത് വീശിയത് കൊണ്ട്, വേറെ ഏതെങ്കിലും ജാറത്തിൽ പുതിയ തുണി മൂടിയത് കൊണ്ട്, ഏതെങ്കിലും ആളുകളുടെ മദ്ഹികൾ ഇങ്ങനെ പറഞ്ഞ് അവരെ വലിയ ആളുകളായി പുകഴ്ത്തി അല്ലാഹുവിന്റെ കഴിവുകൾ വരെ അത്തരം ആളുകൾക്ക് വകവെച്ചു കൊടുക്കുന്ന തരത്തിൽ അവരെ പുകഴ്ത്തി പറഞ്ഞതുകൊണ്ട് നേടിയെടുക്കാൻ കഴിയില്ല, രക്ഷപ്പെടാൻ കഴിയില്ല, വിജയിക്കുവാൻ സാധിക്കുകയില്ല. വഅന്നഹുൽ മുതസർരിഫു ഫിൽ മുൽകി വഹദ ലാ ശരീക ലഹു, ഇതൊക്കെ നിയന്ത്രിക്കുന്നത് അവനാണ്. വലിയ ആ ആഗോള പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്നവർ, ഗ്രാൻഡ് മുഫ്തിമാരെന്ന് പറയപ്പെടുന്നവരൊക്കെ പറയും എന്ത്, ഈ ലോകം നിയന്ത്രിക്കുന്നത് മടവൂരാണ് എന്നൊക്കെ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ തട്ടിവിടുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അത്തരം അപകടകരമായ വാദങ്ങൾ ആരാണോ പറയുന്നത് അവർക്കാണ് വലിയ വലിയ പട്ടങ്ങളും സ്ഥാനങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര അപകടകരമായ വാദം വെച്ചു പുലർത്തുന്നുവോ അവർക്കാണ് പട്ടങ്ങൾ, അവർക്കാണ് സ്വീകാര്യത. എത്രമാത്രം വിജയത്തിലേക്ക് ശിർക്കിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നുവോ അവർക്കാണ് സമൂഹത്തിൽ സ്വീകാര്യത ലഭിക്കുന്നത്. പുതിയ ഒരു പഴയ ഖുർആൻ ഓതിയാ മതി, അതല്ലെങ്കിൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു സ്ഥാനമില്ല. മറിച്ച് നിങ്ങൾ ഒരു പുതിയ ക്യാമറ സെറ്റ് ചെയ്ത്, ഒരു പുതിയ കസേര സെറ്റ് ചെയ്ത്, കുറെ പുതിയ വിക്രുകളും സലാത്തുകളും ഒക്കെ ഉണ്ടാക്കി നോക്കൂ. പുതിയ കുറെ പാട്ടുകളും പുതിയ കുറെ ആചാരങ്ങളും ആളുകളെ മയക്കിയെടുക്കുന്ന തരത്തിലുള്ള ചില പുതിയ ടെക്നിക്കുകളും സ്വീകരിച്ചു നോക്കൂ. ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ നിങ്ങളുടെ പിന്നാലെ ഒഴുകിയെത്തും. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുമ്പോൾ അതിനുത്തരം നൽകാൻ ആളുകൾ ഉണ്ടാവുകയില്ല. അള്ളാഹുവിലേക്ക് വിളിക്കുമ്പോൾ അതിനുത്തരം നൽകാൻ ആളുകൾ ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. വലൈൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന അല്ലാഹ്. അല്ലാഹു പറയാൻ അവരോട് ചോദിച്ചു നോക്കിയാൽ, അല്ലാഹുവിനെ എതിർക്കുന്നവരുണ്ടല്ലോ, അല്ലാഹുവിനെ ആക്ഷേപിക്കുന്നവരുണ്ടല്ലോ, അല്ലാഹുവിനെ കുറ്റം പറയുന്നവരുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചതിന്റെ പേരിൽ വിശ്വാസികളെ എതിർക്കുന്നവരുണ്ടല്ലോ. അങ്ങനെ എതിർക്കുന്ന ആളുകളോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം എന്നറിയുമോ? വലൈൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന അല്ലാഹ്. നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കിയാൽ എന്താ ചോദിക്കേണ്ടത്?
മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കുക. ആരോടാണ് ഈ ചോദിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചതിന്റെ പേരിൽ വിശ്വാസികളുടെ സമൂഹത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധവും പ്രതിരോധവും അക്രമങ്ങളും പീഡനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളോടാണ്. അവരോട് ചോദിച്ചു നോക്കുക. എന്താ ചോദിക്കേണ്ടത്? ആരാ ആകാശം ഉണ്ടാക്കിയത്? ആരാ ഭൂമി ഉണ്ടാക്കിയത്? ലയഖൂലുന്നല്ലാഹ്, അവര് പറയും അള്ളയാണ്. അവര് പറയും അല്ലാഹുവാൻ. അള്ളാഹുവിനോടല്ല അവരുടെ എതിർപ്പ്. അള്ളാഹുവിനെ അറിയാത്തവരല്ല അവർ, അള്ളാഹുവിനെ മനസ്സിലാക്കാത്തവരല്ല അവർ, അള്ളാഹുവിനെ അംഗീകരിക്കാത്തവരല്ല അവർ. ഇതൊക്കെ സൃഷ്ടിച്ചത്, ഇതൊക്കെ നിയന്ത്രിച്ചത് അള്ളാഹുവാണെന്നവർ പറയും. എന്നാലോ അടുത്ത ചോദ്യം ആ ചോദ്യത്തോടുകൂടി അവസാനിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അടുത്ത ചോദ്യം ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്. എന്നാൽ അടുത്ത ചോദ്യം എന്താണെന്നറിയോ? അള്ളാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തികളെ കുറിച്ചാണ്. എല്ലാ കാലത്തും പ്രസക്തമായ ഒരു ചോദ്യം. ഈ മഹാമാരിയുടെ കാലത്ത് ഓൺലൈൻ ചാനലുകൾ തുടങ്ങി ഈ പാവപ്പെട്ട സമുദായത്തെ അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോവുകയും ശൈഖുമാരുടെ ബർക്കത്ത് കൊണ്ട് ചോദിക്കുകയും ശൈഖുമാരോട് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. ഈ ആളുകൾ പറയുന്നതാണ് ശരി എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ പോകുന്ന പാവപ്പെട്ട സഹോദരന്മാരുണ്ടല്ലോ, സഹോദരികളുണ്ടല്ലോ. അവരോടൊക്കെയാണ് ചോദ്യം. അള്ളാഹുവിന് പുറമെ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ഈ ശൈഖുമാരെ, തങ്ങന്മാരെ, ബീവിമാരെ ഒക്കെ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന, നെഞ്ചിൽ കൈവച്ച് അവരോട് ശൈഖേ, മടവൂർ ശൈഖേ, മമ്പറം തങ്ങളെ അതൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റ് പലരോടും വിളിച്ചു തോടിക്കൊണ്ടിരിക്കുന്ന ആളുകളോടൊക്കെയാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഇൻ അറാദനി അല്ലാഹു ബിളുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു പ്രയാസം അവർക്ക് വരുത്താൻ ഉദ്ദേശിച്ചാൽ ആ പ്രയാസങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ, ആ പ്രയാസം അവരിൽ നിന്ന് നീക്കിക്കളയാൻ ഈ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന, ദുആ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ശക്തികൾക്ക് കഴിയുമോ? വളരെ ലളിതമായ ചോദ്യമാണ്. ചൈനയിൽ നിന്ന് ആരംഭിച്ച് ലോകത്തിന്റെ മുക്കുമൂലകളിൽ കറങ്ങി നടന്ന് ഒന്നാം തരംഗം കഴിഞ്ഞ് രണ്ടാം തരംഗം തുടങ്ങി, അതും തീരാനായി മൂന്നാം തരംഗത്തിലേക്ക് പോകാനിരിക്കുന്ന ഈ കോവിഡ് വൈറസ്, അതിന്റെ വാർത്തകൾ ഓരോ ദിവസവും ഓരോ നിമിഷവും കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോടാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഈ കാഴ്ച കണ്ടുകൊണ്ട് ഇത്തരം ചാനലുകളുടെ മുമ്പിൽ ചടഞ്ഞിരിക്കുകയും ഇത്തരം ശൈഖുമാർ നമ്മെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുകയും വിചാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, അതുകൊണ്ട് അവരുടെ ഓർമ്മകളിൽ കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ മുഅ്മിനുകളോടുമാണ്, വിശ്വാസികളോടുമാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഇൻ അറാദനി അല്ലാഹു ബിളുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി. ഈ വൈറസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഏത് ശൈഖിനാണ് പ്രിയപ്പെട്ടവരെ കഴിയുക? ഏത് ബീവിക്കാ കഴിയുക? ഏത് തങ്ങൾക്കാണ് കഴിയുക? കഴിയുമോ? ഈ വൈറസിൽ നിന്ന് ഈ ലോകത്തെ രക്ഷിക്കാൻ മരിച്ചുപോയ ഏത് തങ്ങൾക്ക് കഴിയുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഏത് ബീവിക്ക് കഴിയുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഏത് ശൈഖിന് കഴിയുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? അള്ളാഹുവിന്റെ ചോദ്യമാണ്. മറുപടി പറയാൻ കഴിയുമോ ആർക്കെങ്കിലും? അതെ, ഞങ്ങളുടെ മടവൂർ ശൈഖിന് അതിന് കഴിയും എന്ന് പറയാൻ ധൈര്യമുള്ള ഏത് ആൺകുട്ടികളുണ്ട് കേരളത്തിൽ? അവരെയാണ് നമുക്ക് കാണേണ്ടത്. ഈ പ്രയാസത്തിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷപ്പെടുത്താൻ ഏത് ശൈഖിന് കഴിയും? എന്റെ ചോദ്യമല്ല, മുജാഹിദികളുടെ ചോദ്യമല്ല, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ ചോദ്യമാണ്. ആർക്ക് കഴിയും? ഇൻ അറാദനി അല്ലാഹു ബിളുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി ഔ അറാദനി ബിറഹ്മ ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എന്തെങ്കിലും ഒരു കാരുണ്യം നൽകാൻ ഉദ്ദേശിച്ചാൽ ആ കാരുണ്യത്തെ തടഞ്ഞു നിർത്താൻ ഈ ശൈഖുമാർക്ക് കഴിയോ? വിളിച്ചു തേടപ്പെടുത്തുകൊണ്ടിരിക്കുന്ന ഈ തങ്ങന്മാർക്ക് കഴിയോ? ഈ ബീവികൾക്ക് കഴിയോ? ആർക്ക് കഴിയും? ഉത്തരം പറയാൻ കഴിയില്ല ഒരാൾക്കും. തീർന്നില്ല, അള്ളാഹു അവിടെ നിർത്തിയില്ല. എന്നിട്ട് അള്ളാഹു തുടരുകയാണ് ഈ ചോദ്യങ്ങൾക്ക് ശേഷം. ചോദ്യങ്ങൾ അവസാനിക്കുന്നു. ഇനി പ്രഖ്യാപിക്കുക. ഖുൽ, പ്രഖ്യാപിക്കുക. എന്താണ് പ്രഖ്യാപിക്കേണ്ടത്? ഹസ്ബി അല്ലാഹു അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. എനിക്കെന്റെ അള്ളാഹു മതി, ഞാൻ അവരിലാണ് ഫലമേൽപ്പിക്കുന്നത്. എനിക്കെന്റെ അള്ളാഹു മതി, ഞാൻ അവരിലാണ് ഫലമേൽപ്പിക്കുന്നത്. വേറൊരു ശൈഖിനും എന്റെ പ്രതീക്ഷയില്ല.
ഒരു ശേഖരിലും എനിക്ക് പ്രതീക്ഷയില്ല, ഒരു തങ്ങളിലും എനിക്ക് പ്രതീക്ഷയില്ല, ഒരു ബീവിയിലും എനിക്ക് പ്രതീക്ഷയില്ല, ഒരു ഓൺലൈൻ ആത്മീയ ചൂഷകരിലും എനിക്ക് വിശ്വാസമില്ല. അയാൾ സ്ക്രീനിൽ കാണിക്കുന്ന ഏതെങ്കിലും വിക്രോധി ഗ്ലാസിൽ ഊതി ആ വെള്ളം കുടിച്ചാൽ ഈ രോഗം മാറുമെന്ന് വിശ്വസിക്കുവാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ അല്ലാഹു മതി. പ്രഖ്യാപിക്കാൻ കഴിയുമോ? അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞാൽ അതാണ് വിശ്വാസികളുടെ അടയാളം. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, അവനിലാണ് ആ വിശ്വാസികളായ ഭരമേൽപ്പിക്കുന്ന ആളുകൾ ഭരമേൽപ്പിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. ഇത് തിരിച്ചറിയാൻ ആളുകൾക്ക് കഴിയണം, ഇത് മനസ്സിലാക്കാൻ ആളുകൾക്ക് കഴിയണം. വെറുതെ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത എന്ന് ദിക്ർ ചൊല്ലിപ്പോയത് കൊണ്ട് കാര്യമില്ല. മനസ്സിലേക്ക് കൊണ്ടുവരണം. അത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിസ്കാരത്തിന് ശേഷം അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത എന്ന് ദിക്ർ ചൊല്ലുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ ഓൺലൈൻ ആത്മീയ ചൂഷകരുടെ മുമ്പിൽ കണ്ണുനീരുമായി ചടഞ്ഞിരിക്കാൻ കഴിയുക? അവർ പറയുന്നത് എന്താ? അല്ലാഹുവേ, നീ നൽകിയത് തടയാൻ ഒരാൾക്കും ഇല്ല, നീ നൽകിയത് തടയാൻ ഒരാൾക്കും കഴിയില്ല, നീ തടഞ്ഞത് നൽകാൻ ഒരാൾക്കും കഴിയില്ല, നീ തടഞ്ഞത് നൽകാൻ ഒരാൾക്കും കഴിയില്ല, നീ നൽകിയത് തടയാൻ ഒരാൾക്കും കഴിയില്ല. എങ്ങനെയാണ് ഇത് പറയുന്ന, ഇത് ചൊല്ലുന്ന ഒരാള് ഉസ്താദേ എനിക്ക് കല്യാണം കഴിഞ്ഞ് 10 കൊല്ലമായി ഇതുവരെ കുട്ടിയെ ഉണ്ടായിട്ടില്ല, മടവൂർ ശേഖരെ കൊണ്ട് എനിക്കൊരു കുട്ടിയെ കിട്ടാൻ അങ്ങ് ദുആ ചെയ്യണം മടവൂർ ശേഖനോട് എന്ന് പറയാൻ കഴിയുക? മടവൂർ ശേഖെ എനിക്ക് കുട്ടിയെ തരണേ എന്ന് എങ്ങനെ പറയാൻ കഴിയും? മടവൂർ ശേഖിന്റെ ബർക്കത്ത് കൊണ്ട് എനിക്കൊരു കുട്ടി ഉണ്ടാകണേ എന്ന് എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? എന്നെങ്ങനെ ചാറ്റ് ചെയ്യാൻ കഴിയും? എങ്ങനെ ഇത് രണ്ടും പൊരുത്തപ്പെട്ടു പോകും? നിസ്കാരത്തിൽ പറഞ്ഞതെന്താ? ഈ ഓൺലൈൻ പരിപാടിയുടെ തൊട്ടു മുമ്പ് നടന്ന മഗ്‌രിബ് നിസ്കാരത്തിൽ ഇവൾ പ്രഖ്യാപിച്ചതെന്താ? നീ തടഞ്ഞു നൽകാൻ അല്ലാഹുവേ വേറെ ആർക്കും കഴിയില്ല. എന്നിട്ടോ ഇവൻ പറയുന്നത്, പിന്നെ ഇതിൽ ചാറ്റ് ചെയ്യുന്നതോ ഈ രോഗം മാറ്റാൻ മടവൂർ ശേഖിനോട് പറയുകയാണ്. മടവൂർ ശേഖിന്റെ ബർക്കത്ത് കൊണ്ട് തേടുകയാണ്, നേരിട്ട് തന്നെ പറയുകയാണ്. പറയുന്ന മുസ്ലിയാരും അത് തന്നെയാണ് പറയുന്നത്, ഇതൊക്കെ ചെയ്യാൻ മടവൂരിന് കഴിയും എന്ന. ഇല്ല, അള്ളാഹു അത് പറഞ്ഞില്ല. അള്ളാഹു ഒരു ചോദ്യത്തിലൂടെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവല്ലാത്ത ആരൊക്കെ ദുആ ചെയ്യുന്നുണ്ടോ അവരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അവിടെയാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിന്റെ പ്രസക്തിയും വഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അവനിലേക്ക് തിരിച്ചു ചെല്ലണം, അവനിലേക്ക് വിജയികളായി തിരിച്ചു ചെല്ലാൻ കഴിയണമെങ്കിൽ അവൻ പറഞ്ഞതുപോലെ ജീവിക്കുവാനും അവരിൽ ഫലമേൽപ്പിക്കുവാനും കഴിയണം. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ ഈ സമൂഹത്തെയൊക്കെ അള്ളാഹുവിന്റെ റസൂലിന് കാണിച്ചു കൊടുക്കുകയാണ്. അവരിൽ ആ ഓരോ സമൂഹവും അവരുടെ പ്രവാചകന്മാരും വരുന്നത്. പ്രവാചകന്മാർ അവരുടെ കൂടെ കുറെ ആളുകൾ, ചിലരുടെ കൂടെ കുറച്ചാളുകൾ, ചിലരുടെ കൂടെ 10 ആള്, ചിലരുടെ കൂടെ 5 ആള്, ചിലരുടെ കൂടെ ആരുമില്ല, നബി മാത്രം. ഇതൊക്കെ നോക്കി അപ്പോൾ കുറെ ആളുകളുണ്ട്, അത് എന്റെ ഉമ്മത്താണോ? ജിബ്രീലിനോട് ചോദിക്കാനല്ല, പിന്നെ കാണുന്നത് ഒരു സമൂഹത്തെയാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂല് പറയാൻ, വഹഉലാഇ 70,000 ഖുദ്ദാമഹും ലാ ഹിസാബ അലൈഹിം വലാ അദാബ്. അല്ലാഹുവിന്റെ റസൂലേ, ഇതാ ആ 70,000 ആളുകളുണ്ടല്ലോ, അവർക്ക് ശിക്ഷയില്ല, അവർക്ക് വിചാരണയില്ല. ശിക്ഷയില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരു വിഭാഗം ആളുകളെ അള്ളാഹുവിന്റെ റസൂലിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. കൊൽത്തു, ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, വലിൻ, എന്തുകൊണ്ടാണ് ജിബ്രീൽ അവർക്ക് വിചാരണയില്ലാത്തത്? എന്തുകൊണ്ടാണ് അവർ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് എത്തുമെന്ന് പറയുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, കാനൂ ലാ യക്തവൂൻ വലാ യസ്തർഖൂൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ മനുഷ്യൻ സ്വീകരിക്കുന്ന തെറ്റായ ചില കാര്യങ്ങളെ കുറിച്ച് പറയാൻ, തീ കൊണ്ടുള്ള ചികിത്സ, കത്തിച്ച് കരിച്ചു കളഞ്ഞുകൊണ്ടുള്ള ചികിത്സ, അത് ചെയ്യാത്തവരാണവർ. മന്ത്രവാദത്തിന് വേണ്ടി ആളുകളുടെ അരികിലേക്ക് പോകാത്തവരാണവർ. അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അള്ളാഹുവിന്റെ റസൂല് രോഗശമനത്തിന് വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥനകൾ അവർ ചെയ്യും. മന്ത്രവാദികൾ, സലഫികളുടെ പേരിൽ പോലും, സലഫിയത്തിന്റെ പേരിൽ പോലും മന്ത്രവാദികൾ പെരുകി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ?
മന്ത്രവാദത്തിന്റെ ആ സ്പോൺസർമാരായി അതിന്റെ വക്കാലത്തുമായി സലഫി ആദർശത്തിന്റെ ആ കാമ്പുകൾ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. വെള്ളത്തിൽ ഊടിക്കുടിക്കാനൊക്കെ പറയാൻ ഒരു മടിയുമില്ല. തെളിവുണ്ടോ? ഇല്ല. ഖുർആനാണ്, പുണ്യമാണ്. ഇത് തന്നെയാണ് എല്ലാ കാലത്തും വിദ്യാർത്ഥികളെ ന്യായീകരിച്ചവർ പറഞ്ഞിരുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃകയുണ്ടോ? ഒരിക്കലെങ്കിലും ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഖുർആനിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഖുർആനിലെ ആയത്തുകളിൽ പലതിന്റെയും പ്രാധാന്യവും പ്രത്യേകതയും പഠിപ്പിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തോതി അതിൽ ഊതി അത് കുടിക്കാൻ ആർക്കെങ്കിലും കൊടുത്തത് എവിടെയെങ്കിലും തെളിയിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഈ ആളുകൾക്ക് ഉത്തരമില്ല. എന്നിട്ട് പറയുന്നു അതിൽ ഊതി കുടിക്കാം. ആര്? സലഫികളാണത്രേ. മൈക്കിൽ ഓതി ചികിത്സിക്കുന്ന ആളുകളുണ്ട് കേരളത്തിൽ പോലും. മന്ത്രവാദികൾ സലഫികളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ആളുകൾ തൗഹീദി പ്രസ്ഥാനത്തെ പിളർത്തുവാൻ വേണ്ടി ഒരു കാലത്ത് ഉന്നയിക്കപ്പെട്ട ഏറ്റവും വലിയ ഒരു ആരോപണം ഈ മന്ത്രവാദ ചികിത്സയെ നമ്മൾ അംഗീകരിക്കുന്നില്ല, അടിച്ചികിത്സയെ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നതായിരുന്നല്ലോ. പിരിഞ്ഞുപോയ ശേഷം ഒരു മന്ത്രവാദ കേന്ദ്രം പോലും തുടങ്ങാൻ അത്തരം ആളുകൾക്ക് കഴിഞ്ഞില്ല, ആ സംഘടനയുടെ ലേബലിൽ കഴിഞ്ഞില്ല എന്നത് മാത്രം മതി എത്രമാത്രം പ്രമാണവിരുദ്ധമായ വാദമായിരുന്നു അവരുന്നയിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. മന്ത്രവാദ ചികിത്സ നടത്താത്തവരാണവർ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഏത് പ്രയാസം ഉണ്ടായാലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളുകളാണവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ആ ഭരമേൽപ്പിക്കുക എന്നതാണ് വിശ്വാസികൾ അവരുടെ മാർഗമായി സ്വീകരിക്കേണ്ടത്. ആ മാർഗത്തിലേക്കാണ് ISM ഈ സമൂഹത്തെ ക്ഷണിക്കുന്നത്. ആ ഒരു വിശ്വാസപരമായ ദൃഢതയിലേക്കാണ് ഈ സമൂഹത്തെ മുജാഹിദ് പ്രസ്ഥാനവും അതിന്റെ യുവജന സംഘടനയും സ്വാഗതം ചെയ്യുന്നത്. ഈ ആത്മീയ ചൂഷകർ നമുക്ക് വരുത്തുന്ന നഷ്ടം ഭൗതിക നഷ്ടം മാത്രമല്ല, പാരത്രിക നഷ്ടം കൂടിയാണ്. അള്ളാഹുവിൽ നിന്നാണ് നമ്മെ അവർ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൽ നിന്നാണ് നമ്മെ അവർ അകറ്റിക്കൊണ്ടിരിക്കുന്നത്. അവരിൽ നിന്ന് കുതറിയോടി അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് കഴിയണം. ഹസ്ബി അല്ലാഹ് എന്ന് നെഞ്ചിന്റെ ആഴങ്ങളിൽ നിന്ന്, ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രഖ്യാപിക്കാൻ എപ്പോൾ നമുക്ക് കഴിയുന്നുവോ അപ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ സ്വർഗത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുക. അപ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ വിശ്വാസികളായി തീരാൻ നമുക്ക് സാധിക്കുക. അത്തരം വിശ്വാസികളായി തീരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.